പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ഡാനിയൽ ചിമ. ഈ ഒരു സീസണിൽ 20 മത്സരങ്ങൾ കളിച്ച താരം 6 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ISL ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയും ഡാനിയൽ ചിമ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ഡാനിയൽ ചിമ എന്ന നൈജീരിയൻ താരത്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ചെന്നൈയിൻ FC. ഈ ഒരു വാർത്ത പ്രമുഖ മാധ്യമമായിട്ടുള്ള ഖേലിനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത നമുക്ക് വിശ്വസിക്കാവുന്ന വാർത്ത കൂടിയാണ്. അടുത്ത സീസണിൽ ഡാനിയൽ ചിമ ചെന്നൈ FCക്ക് വേണ്ടിയായിരിക്കും ബൂട്ടണിഞ്ഞേക്കുക. ഡാനിയൽ ചിമയ്ക്ക് മറ്റു ചില ടീമുകളിൽ നിന്നും ഓഫറുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെന്നൈ FC ആണ് ഈ ഒരു താരത്തിനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്തൊരു കാര്യം, നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായിട്ടുള്ള ഒഡീഷ FCയെ നേരിടും. വാശിയേറിയ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ISL ആരാധകർ. നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങളൊക്കെ കോച്ച് ഇവാൻ വുഗമാനോവിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ലൂണയുമായി ബന്ധപ്പെട്ട് കോച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിലവിൽ അഡ്രെ ലൂണ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലൂണ തിരിച്ചു വന്നിരിക്കുന്നത്. അത് നമ്മൾ പരിഗണിക്കണം. മത്സരത്തിന്റെ 90 മിനിറ്റും ലൂണയ്ക്ക് കളിക്കാൻ സാധിക്കില്ല എന്ന് കോച്ച് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ലൂണയെ നാളെ കളത്തിൽ കാണാൻ സാധിക്കുമെന്ന് കോച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നാളത്തെ മത്സരത്തിൽ ലൂണ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. പകരക്കാരനായിട്ടായിരിക്കും നാളത്തെ മത്സരത്തിൽ ലൂണ കളത്തിലിറങ്ങിയേക്കുക. കോച്ച് ഡിമിട്രോസുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും നാളെയും ഞങ്ങൾ ഡിമിട്രോസിനെ വിലയിരുത്തും. എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ എന്തായാലും താരത്തിനെ നാളെ കളിപ്പിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് എന്തായാലും റിസ്ക് എടുക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് 100% ഫിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ്. ഡിമി നാളത്തെ മത്സരത്തിന് ഫുൾ ഫിറ്റ് അല്ലെങ്കിൽ എന്തായാലും നാളത്തെ മത്സരത്തിൽ ഡിമിട്രോസിനെ കളിപ്പിക്കാൻ സാധിക്കില്ല. കൂടുതലും ഡിമിട്രോസ് നാളത്തെ മത്സരത്തിൽ കളിക്കാൻ ചാൻസ് കുറവാണ് എന്നാണ് കോച്ച് ഇപ്പോൾ പറയുന്നത്. പ്രബീർ ദാസിന് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ പ്രബീർ ദാസും അവൈലബിൾ ആയിരിക്കും. നാളത്തെ മത്സരത്തിൽ ഒഡീഷ FCയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം തന്നെ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുക തന്നെ ചെയ്യണം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.